എൻ്റെ ദൈവമേ ഇതെന്തോ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് ഒരു പിടിയില്ല. നിങ്ങൾക്കാർക്കും ടോപ്പ് 2 കളിക്കണ്ടേടേ. നിങ്ങൾക്കാർക്കും ക്വാളിഫയർ 1 കളിക്കണ്ടേ സത്യം പറഞ്ഞാ. ഗുജറാത്ത് ആദ്യത്തെ കളി പരാജയപ്പെടുന്നു. രണ്ടാമത്തെ കളി ആർസിബി പരാജയപ്പെടുന്നു. മൂന്നാമത്തെ കളി പഞ്ചാബ് പരാജയപ്പെടുന്നു. ജയിക്കേണ്ട കളി പരാജയപ്പെടുന്നു. ഇതിലെല്ലാം വിറ്റെന്ന് പറഞ്ഞാൽ തോറ്റു തുന്നമ്പാടി നടന്ന ടീമുകള് അവസാനത്തെ ലാപ്പിലോട്ട് വന്നപ്പോഴത്തേന് അവര് ചീറ്റപ്പുലികളാവുന്ന കാഴ്ചയാണ് കാണുന്നത്. തോറ്റ് തുന്നമ്പാടി നടക്കുന്ന ഒരു ടീമാണ് ഡൽഹി സത്യം പറഞ്ഞാൽ. എല്ലാ കളിയിലും തോറ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അവര് വന്നാണ്ട് പഞ്ചാബിനെ പിടിച്ചു നിർത്തുന്നു. അതുപോലെ തന്നെ SRH തോറ്റ് വരുമായിരുന്നു. അവര് വന്ന് RCBയെ പിടിച്ചു നിർത്തുന്നു. LSG തോറ്റ് തുന്നമാടി നടക്കുന്ന ഒരു ടീം വന്നിട്ട് ഗുജറാത്തിനെ പിടിച്ചു നിർത്തുന്നു. ഇതിനെല്ലാം തുടക്കം എവിടുന്നാണെന്ന് അറിയാമോ? ക്വാളിഫയറിലോട്ടുള്ള സിനാരി നമ്മളൊന്ന് പരിശോധിക്കണം. ഗുജറാത്ത് ജയിക്കുന്നു. ഗുജറാത്ത് RCBയെ പിടിച്ചു കയറ്റുന്നു. RCB പഞ്ചാബിനെ പിടിച്ചു കയറ്റുന്നു. അവിടാണ് ഇതിന്റെ തുടക്കം. ഒരു വെടിക്ക് 3 പക്ഷിയെ നമ്മൾ കേട്ടിട്ടുണ്ടോ? അതാണ് ഇവിടെ സംഭവിച്ചത്. ഗുജറാത്ത് ജയിച്ചു. ഗുജറാത്ത് RCBയെ പിടിച്ചു കയറ്റി. RCB പഞ്ചാബിനെ പിടിച്ചു കയറ്റി. ക്വാളിഫയർ ആയി. അത് കഴിഞ്ഞുള്ള ആദ്യത്തെ കളിയിൽ ഗുജറാത്ത് പരാജയപ്പെടുന്നു. രണ്ടാമത്തെ കളിയിൽ RCB പരാജയപ്പെടുന്നു. മൂന്നാമത്തെ കളിയിൽ പഞ്ചാബ് പരാജയപ്പെടുന്നു. RCB നോക്കുമ്പോഴത്തേന് ഗുജറാത്താണ് നമ്മളെ പിടിച്ച് കയറ്റിയത്. നമ്മളങ്ങ് തോറ്റു കൊടുത്തേക്കാം. അവർ നമ്മളെ പിടിച്ച് കയറ്റിയപ്പോൾ നമ്മളെങ്ങനെ ജയിക്കുന്നത്? അങ്ങനെ ഇരിക്കുമ്പോഴത്തേനാണ് RCB പരാജയപ്പെടുന്നത്. പഞ്ചാബ് പറയാ നമ്മളെ പിടിച്ച് കയറ്റിയത് RCB ഇല്ലയോ? അപ്പം നമ്മൾ ജയിച്ചു പോയാൽ RCBക്ക് എന്താ വിചാരിക്കും? അങ്ങനെ പഞ്ചാബും താണെ തോറ്റു കൊടുക്കുന്നത്. ഇതെല്ലാം കണ്ടുകൊണ്ട് അവിടെ മുംബൈ നോക്കി ചിരിച്ചോണ്ടിരിക്കുക കേട്ടോ. മുംബൈക്ക് പറയാനുള്ളത് ഞങ്ങൾക്ക് നിങ്ങളുമായിട്ട് ഒരു കമ്മിറ്റ്മെന്റും ഇല്ല കേട്ടോ. ഞങ്ങൾ കഷ്ടപ്പെട്ട് വഴിവെട്ടിയാണ് ഇവിടം വരെ വന്നത്. ഞങ്ങൾക്ക് നിങ്ങളുമായിട്ട് ഒരു കമ്മിറ്റ്മെന്റും ഇല്ല. ഞങ്ങൾ മാന്യമര്യാദയ്ക്ക് ജയിച്ചിട്ടാണ് വന്നത്. ജയിച്ചിട്ട് വന്നിട്ടും പറഞ്ഞിട്ടുണ്ട് അവിടെ അമ്പയറിന്റെ കളിയാണ്, അംബാനി പൈസ കൊടുത്ത അമ്പയറിന്. അങ്ങനെയൊക്കെ ഞങ്ങൾ പള്ളും തെറിയൊക്കെ കേട്ടാണ് ഇവിടം വരെ വന്നത്. ഞങ്ങൾക്ക് നിങ്ങളുമായിട്ട് ഒരു കമ്മിറ്റ്മെന്റും ഇല്ലെന്നാണ് ഇപ്പോൾ മുംബൈ പറയുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് 2 ആകപ്പാടെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥയാണെന്ന് പറഞ്ഞിട്ടിരിക്കുന്നു. ഡൽഹിക്ക് ഈ മത്സരം ജയിക്കണമെന്ന് ഒരു താല്പര്യമില്ലായിരുന്നു. പഞ്ചാബ് നിങ്ങൾ മാച്ച് കൊണ്ട് കൊടുത്തതെന്ന് പറഞ്ഞിരിക്കുന്നു. ഏകദേശം ക്യാച്ച് കൊണ്ട് കളയുന്നു. എത്ര ക്യാച്ചാണ് കൊണ്ട് കളഞ്ഞതെന്ന് ഡൽഹിക്കാർക്ക് പോലും അറിയത്തില്ല. 6 വൈഡാ വന്നെറിയുന്നത്, 2 നോ ബോൾ എറിയുന്നു. മുസ്തഫീസ് റഹ്മാൻ വന്നിട്ട് നല്ല രീതിയിൽ ബോൾ ചെയ്യുമ്പോഴത്തേന് മുകേഷ് കുമാർ വന്നിട്ട് അടികൊള്ളും. കുൽദീപ് യാദവ് വന്നിട്ട് നല്ല രീതിയിൽ ബോൾ ചെയ്യുമ്പോഴത്തേന് മോജിത് ശർമ്മ വന്നിട്ട് അടികൊള്ളും. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ മാച്ചിന്റെ ടേണിംഗ് പോയിന്റ് എവിടാണെന്നറിയാമോ? 18ാമത്തെ ഓവർ കുൽദീപ് യാദവ് ബോൾ ചെയ്യാൻ വരുന്നു. അവിടെ ശ്രേയസ് അയ്യറിന് നിർണായക വിക്കറ്റ്. കേവലം 3 റൺസാണ് ആ ഓവർ വിട്ടുകൊടുത്തത്. 2 വിക്കറ്റ് എടുത്തു. ഒമർ സായുടെ വിക്കറ്റും സെറ്റ് ബാറ്ററായ ശ്രേയസ് അയ്യറിന്റെ വിക്കറ്റും എടുക്കുന്നു. അതാണ് ഈ മാച്ച് തിരിയാനുള്ള മെയിൻ കാരണം. അവിടെ 3 റൺസേ കണ്ടെത്താൻ കഴിഞ്ഞുള്ളൂ. ഈ മാച്ച് പഞ്ചാബ് പിന്നെ പരാജയപ്പെടുന്ന എവിടാണെന്നറിയാം? 11 മുതൽ 15 വരെയുള്ള ഓവറിൽ പഞ്ചാബ് നേടുന്ന റൺസ് കേവലം 45 റൺസാണ്. എന്നാൽ ഡൽഹി അവിടെ എടുക്കുന്ന സ്കോർ 11 മുതൽ 15 വരെയുള്ള ഓവറിൽ 62 റൺസാണ് ഡൽഹി അവിടെ എടുത്തത്. ഈ മാച്ച് തിരിയാനുള്ള കാരണം അവിടെ വന്നിട്ട് നെഹാൽ വധേരയുടെ വിക്കറ്റ് പോകുന്നു. അവിടെ ശശാങ്ക് സിംഗ് ബാറ്റ് ചെയ്യുന്നില്ല. ശശാങ്ക് സിംഗിന്റെ വിക്കറ്റ് പോകുന്നു. അവിടെ ശ്രേയസ് അയ്യർ വന്ന് ചെറുതായിട്ടൊന്ന് പതുങ്ങുന്നു. അവിടെ ഇവരുടെ മാച്ച് കയ്യിൽ നിന്ന് പോയി എന്ന് പറഞ്ഞിരിക്കുന്നു. അവിടെ ഈ 2 മെയിൻ പോയിന്റ് ആണ് ഇന്ന് പഞ്ചാബ് തോക്കാനുള്ള കാരണം. 18ാമത്തെ ഓവർ കുൽദീപ് യാദവിന്റെയും 11 മുതൽ 15 വരെയുള്ള ഓവറിൽ കേവലം 45 റൺസേ പഞ്ചാബിന് കണ്ടെത്താൻ കഴിഞ്ഞുള്ളൂ. എന്നാൽ അവിടെ കരുൺ നായരും റിസ്വിയും കൂടെ ചേർന്ന് 62 റൺസ് എടുക്കാൻ അവർക്ക് കഴിഞ്ഞു. അതാണ് ഈ മാച്ച് മെയിനായിട്ട് തിരിയാനുള്ള കാരണം. പിന്നെ നോക്കുകയാണെങ്കിൽ കരുൺ നായർ ടെസ്റ്റ് ടീമിലോട്ടൊക്കെ വന്നില്ലയോ? 2018 അവസാനമായിട്ട് ടെസ്റ്റ് ടീമിലോട്ട് വരുന്ന 300 റൺസ് എടുക്കുന്നു. എന്നാൽ 2025 ടെസ്റ്റ് ടീമിലോട്ട് തിരിച്ചു വരുന്നു. പുള്ളിയുടെ ബെസ്റ്റ് കാണിച്ചു എന്ന് പറയേണ്ടിയിരിക്കുന്നു. കരുൺ നായർ വന്ന് 44 റൺസ് എടുക്കുന്നു. 27 ബോളിൽ 162 സ്ട്രൈക്ക് റേറ്റ്. എന്നാലും ഒരു കംബാക്ക് എന്തായാലും ടെസ്റ്റ് ടീമിലോട്ട് തിരിച്ചു വരുന്നു. നല്ലൊരു കംബാക്ക് എന്തായാലും അവിടെ കാഴ്ചവെക്കാൻ കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ റിസ്വിക്ക് അറിയാം ഇന്ന് കളിച്ചില്ലെങ്കിൽ പിന്നെ അടുത്ത പ്രാവശ്യം എന്നെ ആരും ടീമിലോട്ട് എടുക്കത്തില്ല. അതുകൊണ്ട് റിസ്വിയുടെ ബെസ്റ്റ് ഇന്ന് കാഴ്ചവെച്ചു എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു. 232 സ്ട്രൈക്ക് റേറ്റിലാണ് കളിച്ചത്. 5 6 ആഴി. ലെഗ് സൈഡിലൊക്കെ മനോഹരമായിട്ട് കളിച്ചു എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു. എല്ലാ 6 നോക്കുമെങ്കിൽ ലെഗ് സൈഡിലാണ്. ഡീപ്പ് ബാക്ക്വേർഡിൽ കളിക്കുന്നു, ഡീപ്പ് ഫോർവേഡിൽ കളിക്കുന്നു, സ്ക്വയറിൽ കളിക്കുന്നു. മനോഹരമായിട്ട് വന്ന് ഫുൾ ഷോട്ട് കളിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. സൂപ്പർ, നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചു. ചെന്നൈയുടെ ബ്ലഡ് ആണല്ലോ, ചെന്നൈയിലാണല്ലോ കഴിഞ്ഞ പ്രാവശ്യം വരെ കളിച്ചുകൊണ്ടിരുന്നത്. അവിടുന്ന് ഡൽഹിയിലോട്ട് മൂവ് ആയി നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കും. പുള്ളിയുടെ ബെസ്റ്റ് കാണിച്ചു, പഞ്ചാബിനെ കരയിപ്പിച്ചു എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നു. ശ്രേയസ് അയ്യർ വന്ന് അവിടെ ഒരു നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. സത്യം പറഞ്ഞാൽ ശ്രേയസ് അയ്യറിന്റെ ബെസ്റ്റ് ആണോ ഇന്ന് കളിച്ചതെന്ന് ചോദിച്ചാൽ അല്ലെന്ന് പറഞ്ഞിരിക്കുന്നു. ശ്രേയസ് അയ്യർ അല്പം റണ്ണ ബോൾ കളിക്കേണ്ട ഒരു സാഹചര്യം വന്നു. സത്യം പറഞ്ഞാൽ നോക്കുവാണെങ്കിൽ 34 ബോളിൽ നിന്ന് 53 റൺസ് അവിടെ എടുക്കാൻ കഴിഞ്ഞത് ശ്രേയസ് അയ്യർ. ബിക്കോസ് അവിടെ നെഹാൽ വധേരയുടെ വിക്കറ്റ് പോകുന്നു, ശശാങ്ക് സിംഗിന്റെ വിക്കറ്റ് പോകുന്നു. അവിടെ കുറച്ച് പ്രഷറായി ശ്രേയസ് അയ്യർ.
അപ്പോൾ ശ്രേയസിന്റെ ബാറ്റിംഗ് അല്പം ഇന്ന് ഓഫായി എന്ന് പറഞ്ഞിരിക്കുന്നു. ഫീൽഡിങ്ങിലായാലും ബാറ്റിങ്ങിലായാലും ആ ഒരു കോൺഫിഡൻസ് ലെവൽ ഇന്ന് കാണാൻ കഴിഞ്ഞില്ല സത്യം പറഞ്ഞ ശ്രേയസിന്റെ. എൻ്റെ അഭിപ്രായത്തിൽ ഈ ടെസ്റ്റ് ടീമിലോട്ട് എടുക്കാത്തതിൻ്റെയൊക്കെ ഒരു നിരാശ എൻ്റെ അഭിപ്രായത്തിൽ ശ്രേയസിന്റെ ഇന്നത്തെ ഇന്നിങ്സിൽ കാണാൻ കഴിഞ്ഞു എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നു. ഒരു ക്യാപ്റ്റൻസിയിലായാലും ഒരു ഫുൾ കോൺഫിഡൻസ് കാണാനേ കഴിഞ്ഞില്ലെന്ന് പറഞ്ഞിരിക്കുന്നു. പിന്നെ ഇന്ന് ചഹാലിനെ കളിപ്പിക്കാതെ വളരെ മോശമായി പോകുന്നു പറഞ്ഞിരിക്കുന്നു. എന്താണെന്നറിയത്തില്ല ചഹാലിനെ കളിപ്പിക്കാതെ. സത്യം പറഞ്ഞാൽ ഹർപ്രീത് ബാറിനൊക്കെ അവിടെ നല്ല രീതിയിൽ ബോൾ ചെയ്തു എന്ന് പറഞ്ഞിരിക്കുന്നു. അല്പം ടേൺ കിട്ടുന്നുണ്ടായിരുന്നു, അല്പം ബൗൺസ് കിട്ടുന്നുണ്ടായിരുന്നു. എന്നാൽ ചഹാലിനെ കൂട്ടൊരു ബോളറെ സത്യം പറഞ്ഞ മിഡിൽ ഓവറിൽ നിങ്ങൾ മിസ് ചെയ്തു എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നു. പിന്നെ ശ്രേയസ് എൻ്റെ ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞത് പ്രവീൺ ഡുബേക്ക് ഓവർ കൊടുത്തില്ല. അവിടെ മാർക്കോ ജാക്സൺ ആയാലും ഒമർസായി ആയാലും അടി കൊണ്ടപ്പോഴത്തേന് ഡുബെ ഒന്ന് പരീക്ഷിക്കേണ്ടതായിരുന്നു. ബിക്കോസ് അല്പം ബോളിന് ഗ്രിപ്പ് കിട്ടുന്നുണ്ടായിരുന്നു, ചെറിയൊരു വേരിയസ് ബൗൺസ് കിട്ടുന്നുണ്ടായിരുന്നു. അവിടെ ഒന്ന് പരീക്ഷിക്കേണ്ടതായിരുന്നു. എന്നാൽ അയ്യർ എന്നാലും അവിടെ പരീക്ഷിച്ചില്ല. ഇതൊക്കെയാണ് പിന്നെ പരാജയത്തിന് കാരണം. പിന്നെ നോക്കുവാണെങ്കിൽ ബോളിങ് സത്യം പറഞ്ഞാൽ കൺസേൺ ആണെന്ന് പറയേണ്ടിയിരിക്കുന്നു. മൈക്രോ ജാക്സൺ പോയും ബാക്കി നോക്കുവാണെങ്കിൽ ഇതേ സെയിം ബോളിംഗ് തന്നെ ആയിരിക്കും കളിക്കേണ്ടത്. അവിടേക്ക് സേവിയർ വരുമായിരിക്കും. പക്ഷേ ഇവരുടെ ബോളർമാർ, ഫാസ്റ്റ് ബോളർമാർ നല്ല രീതിയിൽ റണ്ണ് വഴങ്ങുന്ന ഒരു കാഴ്ചയാണ് നമ്മളിവിടെ കണ്ടത്. പ്രത്യേകിച്ച് അർഷദീപ് കഴിഞ്ഞ കളിയിലും അടി കൊണ്ടു, ഈ കളിയിൽ നോക്കുവാണെങ്കിലും അടി കൊണ്ട്. പവർ പ്ലേയിലാണെങ്കിൽ വിക്കറ്റ് എടുക്കാൻ കഴിയുന്നില്ല. മൈക്രോ ജാക്സനും അടി കൊണ്ട് ഒരു വിക്കറ്റാണ് പുള്ളിക്ക് നേടാൻ കഴിഞ്ഞത്. ഒമർസായി പവർ പ്ലേക്ക് പറ്റിയൊരു ബോളറാണോ എന്ന് നല്ല സംശയം ഉണ്ടെന്ന് പറയേണ്ടിയിരിക്കുന്നു. പിന്നെ ഡൽഹിയുടെ പരിശോധിക്കുകയാണെങ്കിൽ എല്ലാവരും വന്ന് ചെറിയ ചെറിയ കോൺട്രിബ്യൂഷൻ നടത്തിയിട്ട് പോയെന്ന് പറയേണ്ടിയിരിക്കുന്നു. ബാറ്റിങ്ങിൽ നോക്കുകയാണെങ്കിൽ രാഹുൽ വന്ന് 35 റൺസ് എടുക്കുന്നു, ഡുപ്ലസി വന്ന് 23 റൺസ് എടുക്കുന്നു, കരുൺ നായർ 44 എടുക്കുന്നു, അത്തിൽ വന്ന് 22 എടുക്കുന്നു, റിസ്വി വന്ന് 58 എടുക്കുന്നു, സ്റ്റബ്സ് വന്ന് 18 റൺസ് എടുക്കുന്നു. എല്ലാവരും ചെറിയ ചെറിയൊരു കോൺട്രിബ്യൂഷൻ അവർക്ക് 208 റൺസ് ചേസ് ചെയ്യാൻ ഈസി ആയിട്ട് കഴിഞ്ഞു എന്ന് പറയേണ്ടിയിരിക്കുന്നു. അങ്ങനെ എന്തായാലും ടോപ്പ് 2 എന്തായാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നാളത്തെ മത്സരം എന്തായാലും ഡിസൈഡ് ആവും. ഗുജറാത്തും CSK തമ്മിലുള്ള മത്സരം. നാളെ ഗുജറാത്ത് ജയിക്കുകയാണെങ്കിൽ ഗുജറാത്ത് എന്തായാലും ടോപ്പ് 2 കൺഫേം ആക്കും, ക്വാളിഫയർ 1 കളിക്കും. ഇനി ആരാണ് ഗുജറാത്തിൻ്റെ ഒപ്പം ചെല്ലുന്നത്? ഇനി മുംബൈ ചാടി ചെല്ലുവോ, അതോ ഇനി പഞ്ചാബ് ചാടി ചെല്ലുവോ, RCB ചാടി ചെല്ലുവോ എന്നുള്ളത് ഈ ദിവസങ്ങൾ നമുക്ക് കണ്ടറിയാം.